എന്താ ഇത്? എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? താനൊക്കെ കൂടെ എന്നെ കൊല്ലാനയച്ച ഗുണ്ടയാ കിടക്കുന്നത്. അവന് വല്ല വെള്ളം കൊടുത്ത് രക്ഷിക്കില്ലേ, ചത്തുപോകും. വെള്ളം 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 മണ്ണാൻ കെട്ടി മാണിക്യം, നീ ഒരു വിഡ്ഢിയാണ് കേട്ടോ. ഇവൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാണല്ലോ നീ കൊണ്ടുവന്നത്. ആ ഹാർമോണിയ പെട്ടിക്കാരൻ നമ്മുടെ മുന്നിൽ വെച്ച് അവന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാ പോയത്. വലിയ ആള് തന്നെ നിങ്ങൾ എന്താ വിചാരിച്ച നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്നോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു ബുദ്ധിയില്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എന്താന്ന് കാത്തിരുന്ന് കാണാം. പാർട്ട്ണർ, ഷൂ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ വലത് കാല് ആ പാപിയുടെ കഴുത്തിൽ വെക്കാൻ, അതുപോലെ ആഞ്ഞങ്ങ് ചവിട്ട്. അങ്ങനൊന്ന് ചവിട്ടി നോക്ക്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ മർഡർ ആ ഹാർമോണി പെട്ടിക്കാരനെ തലയിലെടുത്ത് വെക്കാൻ പോവാ. എടാ ഭയങ്കര, നീ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആളെയല്ലടാ. എനിക്ക് പോലീസ് യൂണിഫോം ഇടാനുള്ള സമയമായി. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. ആണുങ്ങൾ കുളിക്കുന്നിടത്ത് നിനക്കെന്താ ഈ കാര്യം? നിങ്ങൾ കുളിക്കുന്നു, ഞാൻ മീൻ പിടിക്കാൻ വന്നു. അതെന്റെ ഇഷ്ടമല്ലേ? ആ സൈഡിലേക്ക് പോ. ഞാനങ്ങോട്ട് കേറി വന്ന എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി, കേറി വാ നോക്കട്ടെ. എടി, എനിക്ക് ആ മുണ്ട് താടി. എടി, മുണ്ട് തരാൻ. ഞാൻ തരില്ല. തരില്ല എന്ന് പറഞ്ഞാ തരില്ല. എടി സുബ്ലു, 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 എടി. ഇതിനും കിട്ടിയില്ല. നിന്റെ തുണി എനിക്കൊന്ന് താടാ, എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് മേടിച്ചോ. ഞാൻ തരില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ നായക്കുട്ടിനെ ഓടിച്ചിട്ട് കടിക്കും. നീ വന്ന ഒന്നും ചെയ്യൂലടാ, എന്നെ കടിക്കുവാടാ. എടാ, നിനക്ക് ഞാൻ പുതിയത് മേടിച്ചു തരാടാ. എടാ, ഒന്ന് താടാ. എനിക്ക് പുതിയത് മേടിച്ചു തരല്ലേ? പിടിച്ചോ. അരിമാൾക്ക് ഒരു പുതിയ പട്ടുസാരി വാങ്ങാൻ ഗോപിയോട് പറഞ്ഞിട്ട് 2 മണിക്കൂറായി, ഇതുവരെയും വന്നില്ല. ആണുങ്ങൾ ചെയ്യുന്ന ജോലി ഒന്നും ചെയ്യില്ല, പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ആണുങ്ങളെല്ലാവരും ആദ്യം പോയി നിങ്ങൾ ചെറുക്കന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചെല്ല് ചെല്ല്, എല്ലാരും പോ. മാമനോട് പോവാൻ പറഞ്ഞില്ലല്ലോ. മാമന ആർക്ക്? നല്ല ഭംഗിയുള്ള കട്ടിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ? വാ. എന്റെ മകന്റെ മുമ്പിൽ ഇവിടെ എന്റെ മാനവിടെ നിക്കുന്നേ. എല്ലാരും ഇറങ്ങിക്കേ. നമസ്കാരം എസ് ഐ സാറേ. എന്റെ കുതിര വണ്ടി പോലെ ഇപ്പൊ നിങ്ങളുടെ ജീപ്പിനും പണിയൊന്നുമില്ല അല്ലേ? ഇന്ന് നല്ല നാളായതുകൊണ്ട് എന്റെ ഗോപിക്ക് ഇന്ന് ആദ്യ രാത്രി വെച്ചപ്പോ പൂച്ച കുറുകെ ചാടുന്ന പോലെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കുതിരവണ്ടിക്കാരാ, ഫസ്റ്റ് നൈറ്റ് നടത്താനാണെങ്കിലും ലാസ്റ്റ് നൈറ്റ് നടത്താനാണെങ്കിലും ആ കുതിരവണ്ടിക്കാരനെ ഞാൻ ഇന്ന് കൈവലം കിട്ടിട്ട് ഇവിടുന്ന് പോകും. ഇൻസ്പെക്ടർ, ഒന്നിങ്ങ് നോക്കണ്ട ഇംഗ്ലീഷുകാരി, ഇന്നിവിടെ ഇംഗ്ലീഷ് സംസാരമൊന്നുമില്ല. അന്ന് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് ഡൗണായി. പക്ഷെ ഇന്ന് വെരി സ്ട്രോങ്. ഇത് അറസ്റ്റ് പറയണ്ട, വിളിച്ചോണ്ട് വാ ഹാർമോണി പെട്ടിക്കാരൻ. എന്താ പ്രശ്നം? എന്താ? ഞാൻ പറഞ്ഞു തരാം. കുടുംബക്കാരനായ നിങ്ങളുടെ മകൻ
പാവപ്പെട്ടവനായ പുലിരാജയെ കൊന്നിട്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായ സുരചന്ദ്ര റാവുവിന്റെ വീട്ടിൽ കൊണ്ടിട്ടതിന് കൊലയാളിയായി നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാറണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്പെക്ടർ, ഞാൻ ഒരാളെയും കൊല ചെയ്തിട്ടില്ല. എന്നെ കൊല്ലാനയച്ച ഗുണ്ടയെ ഞാൻ തല്ലിയെന്നുള്ളത് ശരിയാ. എന്നെ കൊല്ലാൻ വേണ്ടി അവനെ വിട്ടത് ആരാണോ അവരുടെ വീട്ടിൽ തന്നെ ഞാൻ അവനെ തിരിച്ചുകൊണ്ടാക്കിയിട്ടുണ്ട്. ആ ഗുണ്ട മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളെ നീ തന്നെ ആയിരിക്കും കൊന്നിട്ടുണ്ടാവും. ഇതാടാ അനാവശ്യം പറയുന്നേ. ഈ കൈകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. നിന്റെ ചതിയും ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടുപിടിച്ച് നിന്റെയൊക്കെ അക്രമങ്ങൾക്ക് അറുതി വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ പേര് ഗോപി എന്നായിരിക്കില്ല. വാ, അറസ്റ്റ് ചെയ്തോ. നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേട്ടു മോളെ. ഈ കൊലക്കുറ്റത്തിൽ നിന്നും നിന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു വരണമെങ്കിൽ നിന്റെ അച്ഛൻ സൂര്യചന്ദ്ര റാവുവോ അല്ലെങ്കിൽ SI മാണിക്യമോ ഈ കൊല ഞങ്ങളാണ് ചെയ്തതെന്ന് അവരുടെ വായ കൊണ്ട് അവർ തന്നെ പറയണം. അങ്ങനെയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അവരാണ് കൊല ചെയ്തതെന്ന് നിനക്കറിയാൻ പറ്റിയില്ലേ? അതുകൊണ്ട് നീ ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കി അവരുടെ വായ കൊണ്ട് അവരാണ് കൊല ചെയ്തതെന്ന് പറയിപ്പിക്കണം. അത് മതി. അതിനപ്പുറത്തേക്ക് കോടതിയിൽ ഞാൻ ചെയ്തുകൊള്ളാം. ആ ഗോപിക്ക് ഭാര്യ, പിന്നെ നിങ്ങളുടെ മോള്, അവനെപ്പോഴും ചൂട് നൽകാൻ രാധ. കൊലപാതകയെ രക്ഷപ്പെടുത്താനുണ്ടാക്കിയ പ്ലാനാണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പാവം, വെളിവില്ലാത്ത പെണ്ണിനിതൊന്നും മനസ്സിലായേയില്ല. ഇല്ല, ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവില്ല. ഞാൻ എപ്പോഴും തോറ്റോണ്ടിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. എനിക്ക് നിങ്ങളുടെ ക്രൂരതയും ചതിയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. വാ, പോകാം. ഇന്ന് നിങ്ങൾ കോടതിയിൽ ഹാജരാകേണ്ട ദിവസമാണ്. യുവർ ഓണർ, പുലിരാജു കൊലക്കേസിൽ കുറ്റവാളിയായി നിൽക്കുന്ന ഗോപി എന്ന ഇവർ ആദ്യമേ ഇവർ കൊല ചെയ്തോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ഇവരുടെ മനോനിലയെ പറ്റി കോടതി അറിയണമെന്ന ആവശ്യമുള്ളതുകൊണ്ട് 2 സാക്ഷികളെ വിസ്തരിക്കാൻ കോടതിയുടെ അനുവാദം ഉണ്ടാവണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. ജഗന്നാഥൻ മാസ്റ്റർ, ജഗന്നാഥൻ മാസ്റ്റർ. നമസ്കാരം സാർ. ജഗന്നാഥൻ മാഷേ, ഒരിക്കൽ നിങ്ങൾ പെൻഷൻ കിട്ടാത്തതിന് നിരാഹാരം ഇരുന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അതെ. ഇൻസ്പെക്ടർ എന്ന് നിങ്ങളെ തല്ലിയപ്പോ നിങ്ങളുടെ ശിഷ്യനായ ഗോപി അന്ന് എന്താ ചെയ്തതെന്നൊന്ന് പറയാമോ? ന്യായമായിട്ട് പറഞ്ഞാൽ അവൻ ചെയ്തത് ശരിയാണ്. മതി മതി, നിങ്ങൾ പറഞ്ഞത് മതി. ഇനി നിങ്ങൾക്ക് പോവാം. യുവർ ഓണർ, ഗോപി ജോലിയിൽ പ്രവേശിച്ചത് അന്ന് രാവിലെയാണ്. പക്ഷെ അവരന്ന് അവരുടെ മേലധികാരിയെ തല്ലി ജോലി ഉപേക്ഷിച്ചു പോയി. പ്ലീസ് നോട്ട് ദ പോയിന്റ്. യുവർ ഓണർ, ജയിലർ ദുർഗാരാജിനെ വിസ്തരിക്കാൻ അനുവാദം വേണം. ഗ്രാൻഡഡ്. ജയിലർ സാറേ, ഈ കുറ്റവാളിയായ ഗോപി നിങ്ങളെ തല്ലിയില്ലേ? അതിന്റെ ഉത്തരം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ പറയാം. ഗുഡ്, പറയൂ. ഇയാളെ മാത്രമല്ല, അയാളുടെ കോൺസ്റ്റബിൾസിനെ ഞാൻ തല്ലിയായിരുന്നു. അതുമാത്രമല്ല, പുതുതായിട്ട് ചാർജ് എടുത്ത മണ്ണാങ്കട്ട മാണിക്യം എന്ന് പറഞ്ഞ SI ഉണ്ടല്ലോ, അയാളെ ഞാൻ തൂണിൽ ചാരി നിർത്തി നല്ല ഇടിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവടെ പറയണോ ഞാൻ? മതി. യുവർ ഓണർ, കുറ്റവാളി എത്ര ക്രിമിനലാണെന്ന് ഇപ്പൊ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിയാണ്, ഇയാൾ തന്നെയാണ് പുലിരാജിനെ അടിച്ചിടിച്ച് കഴുത്തിൽ കാലുവെച്ച് ഞെക്കി കൊന്നത്. ആ കൊലക്കുറ്റം സൂര്യചന്ദ്ര റാവുവിന്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ആ ബോഡി അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. അയാളുടെ ബോഡി കൊണ്ടുപോകുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് യുവർ ഓണർ. ഇനി മുതൽ ഇതുപോലത്തെയുള്ള കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ ഗോപി, നിങ്ങൾക്ക് വേണ്ടി ഒരു വക്കീലിനെയും വെച്ചിട്ടില്ലേ? അതെന്താണ്? എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാന്ന് വിചാരിക്കുകയാണ് യുവർ ഓണർ. വെച്ചാൽ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻസ് ഒന്നും എനിക്ക് കാണാതെ അറിയില്ല യുവർ ഓണർ. പക്ഷെ ന്യായം എന്ന് പറയുന്ന ഒരു ശക്തി എന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ആ ന്യായം തന്നെ ധാരാളമാണ്. സർ, എനിക്കിവിടെ 2 സാക്ഷികളെ വിസ്തരിക്കാനുണ്ട്. അതിന് അങ്ങ് അനുമതി തരണം. ഓൾറൈറ്റ്. ആരെ വിളിക്കണമെന്ന് പറയൂ. താങ്ക് യു സർ.
നിനക്ക് For more updates, like, comment, subscribe to our channel.